ഏവർക്കും നമസ്കാരം. ശുഭകരമായ ഒരു ദിനം ആശംസിക്കുന്നു. ഗയ്യ സേ സീരീസിനെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ 14-ാമത്തെ വിഷയം പറഞ്ഞു, കളക്റ്റീവ് കോൺഷ്യസ്നെസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 15-ാമത്തെ വിഷയം, അനുരൂപനം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഗയ്യയുടെ സംസാരമാണ്. പോസ്റ്റർ ഇവിടെ ഷെയർ ചെയ്യുന്നു. നീ എന്തിനോട് പൊരുത്തപ്പെടാൻ പാകപ്പെട്ടാൽ ആ പാകമാണ് നിന്റെ അറിവ്. നീ അറിഞ്ഞതെന്തോ അതാണ് നീ. നീ എന്തിനോടും പൊരുത്തപ്പെടാൻ പാകപ്പെട്ടാൽ ആ പാകമാണ് നിന്റെ അറിവ്. നീ അറിഞ്ഞതെന്തോ അതാണ് നീ. പൊരുത്തപ്പെടുക എന്നുള്ള വാക്ക് നമ്മള് ജീവിതത്തിൽ പല കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ കേൾക്കാറുണ്ട്. പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊരു സാഹചര്യത്തോടും ചേർന്ന് പോവുക എന്നുള്ളതാണ് പൊരുത്തപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം. നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ഹാർമണി എന്ന് പറയും, അല്ലെ? ഹാർമണൈസ്ഡ് ആയിട്ട് പോവാം. ഒന്നുകൂടെ പറഞ്ഞാൽ കറസ്പോണ്ടൻസ് എന്നുള്ള വാക്കും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ മുന്നിൽ വരുന്ന ഏതൊരു സാഹചര്യത്തോടും നമ്മൾ പൊരുത്തപ്പെട്ട് ചേർന്ന് പോവുക എന്നുള്ളതാണ് ശരിയായ അറിവ് എന്നാണ് ഗയ്യ പറയുന്നത്. ആ പൊരുത്തപ്പെടാനുള്ള നിന്റെ പാകം, ആ പാകമാണ് അറിവ്, ജ്ഞാനം, വിസ്ഡം എന്നൊക്കെ പറയുന്നത്. നമ്മൾ എഡ്യൂക്കേഷന് ഡാറ്റ സയൻസിന്റെ ഒക്കെ ലോകത്ത് നിൽക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ ഏതൊരു സാഹചര്യത്തോടും നമുക്ക് ഹാർമണൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ആ പാകത്തെയാണ് നമ്മൾ ഗയ്യ പറയുന്നത്, അതാണ് നിന്റെ അറിവ്. ആ അറിവ് നിനക്ക് കിട്ടുന്ന സമയത്ത് നിന്നെ പറ്റി നിനക്ക് ബോധ്യപ്പെടാൻ കഴിയും, നിന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ അറിഞ്ഞതാണ് നീ എന്ന് ഗയ്യ വീണ്ടും അതിനെ കുറച്ചും കൂടി ഒരു ഇലാബറേറ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, പിന്നെ ഇതിന് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളതിന്റെ മലയാളത്തിലുള്ള വാക്ക് അനുരൂപനം എന്ന് പറയും. അനുരൂപനം, അനു എന്ന് പറഞ്ഞാല് കൂടെ എന്നാണ് അർത്ഥം. മലയാളത്തിൽ നമ്മൾ അനു എന്നുള്ള വാക്ക് പല സ്ഥലത്ത് കാണും. അനുധാവനം ചെയ്യുക, ഒന്നിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുക. അനുപാനം, ഒന്നിന്റെ കൂടെ നമ്മൾ കുടിക്കുക. അനു എന്ന് പറഞ്ഞാൽ കൂടെ. രൂപനം എന്ന് പറഞ്ഞാൽ നമ്മൾ അതോടുകൂടെ രൂപനം ചെയ്യുക. എന്തിനോടുകൂടെയാണ് നമ്മൾ അതോടുകൂടെ രൂപനം ചെയ്യുക, അതിനോട് ഷേപ്ഡ് ആവുക. അപ്പം ഏതൊരു സാഹചര്യത്തിലാണോ, ഏതൊരു കണ്ടീഷനിലാണോ നമ്മളുള്ളത്, ആ സാഹചര്യത്തോട് നമ്മൾ ഷേപ്ഡ് ആവുക, അനുരൂപപ്പെടുക എന്നാണ് നമ്മൾ പറയാം. അതാണ് അറിവ്, ആ പാകമാണ് അറിവ്. ഇത് ശരിക്കും ഒരു ബാലൻസിങ് ആണ്, തുലനത എന്ന് പറയും. അപ്പൊ നമ്മൾ വെള്ളം മേൽഭാഗത്തുനിന്ന് വെള്ളത്തിനെ നമ്മൾ ഒഴുക്കി വിട്ടാല് വെള്ളം ഒഴുകി വന്നിട്ട് താഴ്ഭാഗത്തേക്ക് വരും, അല്ലെ? താഴ്ഭാഗത്തേക്ക് വന്ന് ഇത് രണ്ടും ഒരേ ലെവലാവുന്നവരെ ഈ ഒഴുക്ക് സംഭവിക്കും. ഇതൊരു തുലനതയാണ്, ഇതൊരു അനുരൂപനമാണ്. അപ്പൊ തുലനത എന്നുള്ളത് നമുക്ക് അനുരൂപനം എന്ന് പറയാം. ഒന്നിന്റെ ആധിക്യത്തെ മറ്റൊന്നിന്റെ കുറവിലേക്ക് നികത്തിയിട്ട് തുലനാവസ്ഥയിലാക്കുന്നതിനെ നമ്മൾ അനുരൂപനം എന്ന് പറയും. ഇപ്പൊ പ്ലഗ് ആൻഡ് സോക്കറ്റ്, അല്ലെ? നമ്മൾ പ്ലഗ് സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആ പ്ലഗിന്റെ ആധിക്യത്തിനെ നമ്മൾ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ തുലനത ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ എല്ലാം ഈ ഒരു മാനേജ്മെന്റ് ആണ് സംഭവിക്കുന്നത്, തുലനത എന്നുള്ള മാനേജ്മെന്റ്. ഇതൊരു അനുരൂപനാണ്. അനുരൂപനത്തിലൂടെ മാത്രമാണ് തുലനതയിലേക്ക് എത്താൻ കഴിയുക. അതുപോലെ നമ്മളൊരു വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ആ വെള്ളം പാത്രത്തിന്റെ അതേ ഷേപ്പിലേക്ക് മോൾഡായിട്ട് വരും. അത് വെള്ളത്തിനുള്ള ഒരു കഴിവാണ്. വെള്ളം ആ സാഹചര്യത്തോട് ചേർന്ന് നിൽക്കുന്നു. പക്ഷെ ഒരു കല്ലെടുത്തിട്ട് നിങ്ങൾ പാത്രത്തിലേക്ക് ഇട്ടാൽ കല്ല് ചേർന്ന് നിൽക്കില്ല, കല്ല് അതിനോട് റിജിഡായിട്ട് നിൽക്കും, അല്ലെ? അതിനോടുള്ള രൂപപ്പെടൽ അവിടെ സംഭവിക്കുന്നില്ല. അപ്പം അനുരൂപൻ അവിടെ സംഭവിക്കുന്നില്ല. അതാണ് സോളിഡ് ഖരപദാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ലിക്വിഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി അത് പൂർണ്ണമായിട്ട് അനുരൂപപ്പെടാൻ കഴിയും. ഗ്യാസിലേക്ക് വരുന്ന സമയത്ത്, വാതകത്തിലേക്ക് ആവുന്ന സമയത്ത് അത് ഭയങ്കര അനുരൂപപ്പെടലായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് അത്രത്തോളം
അത് ചിലപ്പോൾ ടർബുലൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പം ലിക്വിഡ് എന്നുള്ളതാണ്, ദ്രാവകം എന്നുള്ളതാണ് പൂർണ്ണമായ അനുരൂപണം സംഭവിക്കുന്നത്. ഇത് നേരെ നമ്മളെ ജീവിതത്തിലേക്ക് നേരെ കണക്ട് ചെയ്താല് സോളിഡ് അല്ലെ, റിജിഡിറ്റി ആണ് അവിടെ നമ്മൾ കാണുന്നത്. എത്രത്തോളം നമ്മൾ റിജിഡ് ആവുന്നോ അത് ആ സാഹചര്യത്തോട് നമുക്ക് അനുരൂപപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതാക്കും. ഈ റിജിഡിറ്റി കുറക്കുക എന്നുള്ളതാണ്. അതാണ് കയ്യ പറഞ്ഞത്, നീ എന്തിനോട് പൊരുത്തപ്പെടാൻ പാകപ്പെട്ടാൽ ആ പാകമാണ് നിന്റെ അറിവ്. അപ്പൊ പാകപ്പെടണമെങ്കിൽ നേരത്തെ പറഞ്ഞ വെള്ളം ഏത് രൂപത്തിൽ അനുരൂപനപ്പെട്ടോ, ഏത് രൂപത്തിൽ ആ പാത്രത്തോട് ഷേപ്ഡ് ആയോ, ആ രൂപത്തിൽ ഷേപ്ഡ് ആവണമെങ്കിൽ നമ്മളുടെ റിജിഡിറ്റി കുറയണം, നമ്മളെ ടെമ്പർ കുറയണം, നമ്മളെ മസിൽ പിടുത്തം കുറയണം. ഇത് കുറയുന്ന സമയത്ത് നമുക്ക് ആ സാഹചര്യത്തോട് നമുക്ക് അനുരൂപനപ്പെടാൻ കഴിയും, ആ സാഹചര്യത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ ടെമ്പർ കുറക്കുക എന്നുള്ളത്. അപ്പൊ ടെമ്പർ എന്തുകൊണ്ട് കൂടുന്നു അല്ലെ? സോളിഡ്, അതായത് പദാർത്ഥത്തിൽ കാണുന്ന പോലെ ടെമ്പർ എന്തുകൊണ്ട് നമ്മളിൽ കൂടുന്നു, അതുപോലുള്ള ടെമ്പർ എന്തുകൊണ്ട് കൂടുന്നു? അത് കൂടാനുള്ള കാരണം ഞാൻ എന്ന ഭാവം തന്നെയാണ് അല്ലെ. ഞാൻ എന്നൊരു സെന്റൻസ്, ഞാൻ എന്റേത് എന്നുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷെ ഞാൻ എന്ന ഭാവം കൂടുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് എവിടെയും യോജിക്കാത്ത രൂപത്തിൽ നിൽക്കും. അതൊരു ഈഗോയിസ്റ്റിക് ലെവലിലേക്ക് മാറും. അപ്പൊ അത് വിട്ടിട്ട് നമ്മൾ എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ഞാൻ എന്ന് വിട്ടിട്ട് കുറച്ചുകൂടെ നമ്മൾ സാഹചര്യത്തോട് യോജിക്കാൻ കഴിയും. ആ അഹംഭാവം നമ്മളിൽ നിന്ന് പോകാൻ കഴിയും. യേശുദാസ് പാടിയ ഒരു പഴയ പാട്ടുണ്ട്, ഞാൻ എന്ന ഭാവത്താൽ കൽബിൽ കയറി ഇബിലീസ് എന്ന്. അതായത് ഇബിലീസ് എന്ന് പറഞ്ഞാല് ഇത് ചെകുത്താന്. ആ ഞാൻ എന്ന ഭാവം കയറുന്ന സമയത്ത് അതൊരു ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം അത്തരം വാക്കുകൾ, അത്തരം ഭാവങ്ങൾ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് അഹങ്കാരം വിട്ടിട്ട് അത് അഹംഭാവമായിട്ട് മാറും. അപ്പൊ ഈ അറിവ് നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ അറിവ് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുണ്ട്. ഈ അറിവ്, ആ അറിവാണ് സഹജബോധം എന്ന് പറയുന്നത്. ജനിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു ബോധമുണ്ട്, സഹജബോധം. പക്ഷെ ഈ സഹജബോധത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് പോവാണ്, വിഭ്രംശങ്ങൾ സംഭവിച്ചിട്ട് പോവാണ് നമ്മൾ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അറിവ് ഇല്ലാതെ പോകുന്നു. അപ്പൊ ഈ വഴക്കം നമ്മളുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്, അതില്ലാതെ പോവാ എന്നുള്ളതാണ്. അപ്പൊ സഹജമായ ബോധം നമ്മളുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മള് കൂടുതൽ അളവിൽ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അതില് ഒരു ശിക്ഷിതാവബോധം എന്ന് പറയും. നമുക്ക് അതിന്റെ ഒരു പ്രാക്ടീസ്, എക്സ്പീരിയൻസുകൾ കിട്ടുന്ന സമയത്ത് നമുക്കൊരു തഴക്കം വരും. ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ ഒരു വഴക്കുണ്ട്, ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു വഴക്കുണ്ട്. അത് നമ്മൾ വീണ്ടും ഇങ്ങനെ സാഹചര്യങ്ങളോട് അനുരൂപപ്പെട്ട് പോകുന്ന സമയത്ത് നമുക്ക് അതിലൊരു എക്സ്പീരിയൻസുകൾ വരും അല്ലെ. അതാണ് നമ്മളെ തഴക്കമായിട്ട് മാറുക. വഴക്കം തഴക്കമായി മാറും അല്ലെ. അത്രയും തഴക്കത്തിൽ ചെയ്യാന്നൊക്കെ പറയുമല്ലോ, അത് തഴക്കമായിട്ട് മാറും. വീണ്ടും നമ്മൾ അതിൽ പ്രാക്ടീസ്ഡ് ആണെങ്കിൽ അത് നമ്മളുടെ ഒരു വിശ്വാസ പ്രമാണമായിട്ട് മാറും, ധാരണയായിട്ട് മാറും. നമ്മൾ അതിൽ ഉറച്ചു നിൽക്കും. അതൊരു ധാരണാവബോധം എന്ന് നമ്മൾ പറയും. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് ഈ വഴക്കും തഴക്കും ധാരണയൊക്കെ ഉള്ള ഒരു ആളാണെങ്കിൽ അതില് ആ സാഹചര്യത്തോടെ എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരു ഭാവന നമ്മളുടെ ഉള്ളിലുണ്ടാവും. അത് ഭാവന ചെയ്യാൻ കഴിയും. ആ സാഹചര്യത്തെ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും. ഒരു സ്ഥലത്തേക്ക്, ഒരു സൊസൈറ്റിയിലേക്ക്, ഒരു കൂട്ടത്തിലേക്കൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭാവന ചെയ്യാൻ കഴിയും. ഏത് രൂപത്തിൽ ഞാൻ ആ സ്ഥലത്തേക്ക് അനുരൂപപ്പെടണം, ഏത് രൂപത്തിൽ ഞാൻ ഹാർമണൈസ്ഡ് ആവണം. പിന്നെ അത് നമ്മളെ നിരന്തരം അത് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്രേരണ നമ്മളുടെ ഉള്ളിൽ, ആ രൂപത്തിലൊരു പാറ്റേൺ നമ്മളുടെ ഉള്ളിൽ ഡെവലപ്ഡ് ആവും. അതാണ് പ്രേരാവബോധം എന്ന് പറയുന്നത്. അപ്പം ഈ 5 രൂപത്തിൽ നമ്മൾ ട്രെയിൻഡ് ആവുന്ന സമയത്ത് നമുക്ക് ഏതൊന്നിനോടും ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള ഒരു പാകം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ആ പാകമാണ് നമ്മളുടെ അറിവ്, വിസ്ഡം. അതാണ് ശരിയായ ജ്ഞാനം, അതാണ് ജീവിതത്തിന് വേണ്ടിയ അറിവ്. ഈ അറിഞ്ഞത് ഇപ്പം സഹജാവബോധത്തിലൂടെ, ശിക്ഷിതാവബോധത്തിലൂടെ, ധാരണാവബോധത്തിലൂടെ, ഭാവനാവബോധത്തിലൂടെ, പ്രേരാവബോധത്തിലൂടെ നമ്മൾ അറിഞ്ഞത് എന്താണോ അതാണ് നീ, അതാണ് കഴിവ്, അതാണ് നീ. ആ അറിഞ്ഞതാണ് നീ.
പിന്നീട് ആ നീ ആയിരിക്കും എല്ലായിടത്തും ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അപ്പൊ ഈ അനുരൂപണത്തിന്റെ രസതന്ത്രം, ഏത് രൂപത്തിലാണ് നമ്മൾ സാഹചര്യത്തോട് ഇടപെടേണ്ടത്, ഏത് രൂപത്തിലാണ് നമ്മൾ ഹാർമണൈസ്ഡ് ആവേണ്ടത്, ഏത് രൂപത്തിലാണ് നമ്മൾ തുലനത ഉണ്ടാക്കേണ്ടത്. അപ്പോ ആ രൂപത്തിലുള്ള തുലനത അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ചേർന്ന് നിൽപ്പ് നമുക്ക് ഉണ്ടാവാൻ കഴിയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ റിജിഡിറ്റികളെ, ടെമ്പറിനെ, മസിൽ പിടുത്തത്തൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ഹാർമണൈസ്ഡ് ആയിട്ട് ഇഴുകി വഴുകി ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം ജീവിതത്തിലാണെങ്കിൽ മാക്സിമം ടർബുലൻസുകൾ, പ്രക്ഷുബ്ധതകൾ കുറച്ച് ഒരു ഫ്രീ മൂവ്മെന്റ്, ആ ഒരു ഫ്ലോ, ഒഴുക്കിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള അനുരൂപണത്തിന്റെ അറിവ്, കയ്യ പറയുന്ന ഈ പൊരുത്തപ്പെടാനുള്ള അറിവ്, പാകപ്പെടാനുള്ള അറിവ് നമ്മൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.